അമേരിക്കക്കെതിരെ ഇന്നും ഇന്നലെയുമായി ഇറാൻ കൊടുങ്കാറ്റ് വീശിയിരിക്കുകയാണ്. അമേരിക്കയുടെ മിഡിൽ ഈസ്റ്റിലുള്ള വളരെ പ്രധാനപ്പെട്ട മിലിറ്ററി സംവിധാനങ്ങളെല്ലാം ഇറാന്റെ മിസൈലുകളാൽ തൂത്തെറിയപ്പെട്ടിരിക്കുന്നു എന്ന് വേണം പറയണമെങ്കിൽ. ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ തന്നെ വലിയ രീതിയിൽ ചർച്ച ചെയ്യുന്നത് ഇറാൻ പറയുന്നു ഇത് ഞങ്ങളുടെ ആദ്യഘട്ട ആക്രമണമാണ് എന്നാണ്. എന്താണ് ഈ ആക്രമണത്തിൽ ഇറാൻ അമേരിക്കയുടെ മിഡിൽ ഈസ്റ്റിലുള്ള സംവിധാനങ്ങൾക്കെതിരെ ചെയ്തിരിക്കുന്നത് എന്ന് നമുക്ക് പരിശോധിക്കുമ്പോൾ ആദ്യമായി പറയാനുള്ളത് യുക്രൈനിലെല്ലാം അമേരിക്ക പരീക്ഷിച്ച് വിജയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഹൈമാർസ് അല്ലെങ്കിൽ മിലിറ്ററി ടാക്ടിക് മിസൈൽ സിസ്റ്റം എന്നറിയപ്പെടുന്ന ഈ മിസൈൽ സംവിധാനത്തിന്റെ 2 യൂണിറ്റുകൾ കുവൈത്തിൽ തകർത്തെറിഞ്ഞിരിക്കുകയാണ്. ഇത് അമേരിക്കയുടെ പ്രതിരോധ സംവിധാനങ്ങളെ ചോദ്യം ചെയ്യുന്നു എന്ന് മാത്രമല്ല, ഇറാന്റെ മിസൈലുകളുടെ കൃത്യതയാണ് ലോകത്തിന് മുന്നിൽ വരച്ചു കാട്ടുന്നത്. അമേരിക്കയുടെ ഏത് കേന്ദ്രങ്ങളിൽ ഒളിഞ്ഞിരിക്കുന്ന മിസൈൽ സംവിധാനങ്ങളെയും തകർക്കാൻ ഇറാന് സാധിക്കും, ഇറാന്റെ മിസൈലുകൾക്ക് ടാർഗറ്റ് ചെയ്യാൻ സാധിക്കുമെന്ന വ്യക്തമായൊരു സൂചനയാണ് ഇത് നൽകുന്നത്. അതോടൊപ്പം അമേരിക്കയുടെ ബഹ്റൈനിലുള്ള മിസൈൽ സ്റ്റോറേജിന് നേരെ, അതിന്റെ ഡിപ്പോക്ക് നേരെ ആക്രമണം നടത്തിയിരിക്കുകയാണ്. വലിയ രീതിയിലുള്ള മിസൈൽ സ്റ്റോറേജിന് നേരെയാണ് ഇറാൻ ആക്രമണം നടത്തിയിരിക്കുന്നത്. വലിയ രൂപത്തിലുള്ള സ്ഫോടന ശബ്ദം മാത്രമല്ല, വലിയ അഗ്നി ഉയരുന്ന വീഡിയോകളെല്ലാം ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയിലും പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ ഒമാനിൽ ഇന്ന് 2 ടാർഗറ്റുകളെ ആക്രമിച്ചിട്ടുണ്ട്. ഒന്നാമത്തേത് വാന നിരീക്ഷണ റഡാറാണ്, രണ്ടാമത്തേത് കടൽ നിരീക്ഷണ റഡാറുമാണ്. ഇങ്ങനെ 2 പ്രധാനപ്പെട്ട റഡാറുകൾ തകർത്തിരിക്കുകയാണ്. ഒന്ന് നമുക്കറിയാം P8 എന്നറിയപ്പെടുന്ന അമേരിക്കയുടെ വളരെ പ്രധാനപ്പെട്ട റഡാറാണ്. അതുപോലെ UAE വളരെ പ്രധാനപ്പെട്ട അമേരിക്കൻ ബേസായ ദഫ്രയിൽ അതിശക്തമായ ആക്രമണം നടത്തിയിരിക്കുകയാണ്. ഇറാൻ ഇതിനെക്കുറിച്ച് പറയുന്നത് ഇത് 1ാം ഘട്ടം എന്നാണ്, അല്ലെങ്കിൽ ഇത് പ്രഥമ ആക്രമണം എന്ന രീതിയിലാണ് ഇതിനെക്കുറിച്ച് ഇറാൻ പ്രതികരിച്ചിരിക്കുന്നത്. അതായത് ഇറാൻ ഇനിയും മിഡിൽ ഈസ്റ്റിൽ നിന്ന് അമേരിക്കയുടെ സകല സംവിധാനങ്ങളെയും തൂത്തെറിഞ്ഞ് അമേരിക്കയെയും അവരുടെ സഖ്യരാഷ്ട്രങ്ങളെയും കെട്ടുകെട്ടിക്കാനുള്ള നീക്കം നടത്തുന്നു എന്ന് വേണം പറയാൻ. അറബ് രാഷ്ട്രങ്ങൾ, GCC രാഷ്ട്രങ്ങൾ അമേരിക്കയെ അവിടെ നിന്നും ഒഴിവാക്കാൻ തയ്യാറല്ലെങ്കിലും ഇറാൻ അവരുടെ മിസൈലുകൾ ഉപയോഗിച്ച് അമേരിക്കയെ പുറത്താക്കും എന്ന സൂചനയാണ് ഇതിലൂടെ ലഭിക്കുന്നത്. അതേസമയം ഹോർമുസ് കടലിടുക്കിൽ ഇപ്പോഴും ട്രംപിന് പിടുത്തം കിട്ടാതെ നിലയില്ലാത്ത വെള്ളത്തിൽ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് ട്രംപിന്റെ പത്രസമ്മേളനങ്ങളിൽ പരസ്പര വിരുദ്ധമായ വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രസ്താവനകളാണ് ട്രംപ് ഓരോ സമയവും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഹോർമുസ് കടലിടുക്കിൽ ഇന്നും 2 കപ്പലുകളെ ഇറാൻ തടഞ്ഞിരിക്കുകയാണ്. ഇറാൻ ഇപ്പോൾ പൂർണ്ണമായും ബ്ലോക്ക് പ്രഖ്യാപിച്ചതിന് ശേഷം ഹോർമുസ് കടലിടുക്ക് കടക്കാൻ ശ്രമിച്ച 2 കപ്പലുകളെയാണ് ഇറാൻ തടഞ്ഞിരിക്കുന്നത്. പൂർണ്ണമായ ഹോർമുസിലെ അധികാരം ഞങ്ങളുടെ കയ്യിലാണ് എന്ന് ഇറാൻ പ്രഖ്യാപിക്കുന്നു. ഇറാൻ ഒരു കപ്പലുകളെയും വിടാത്ത രീതിയിൽ തന്നെ ഹോർമുസ് കടലിടുക്ക് നിയന്ത്രിക്കുന്നതും ഇപ്പോൾ ട്രംപിന് മുന്നിൽ യഥാർത്ഥത്തിൽ വലിയൊരു ചോദ്യചിഹ്നമായി നിലനിൽക്കുകയാണ്.